ഇസ്രു ചിരക്കയാവുമ്പോൾ പൊളിക്കും. ഊഫ്, ചിരക്കയല്ല നല്ലത്, അത്ര നീളം വണ്ണമെങ്കിലും വേണം, ഉരുണ്ട്. അതെവിടെ കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും? എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടും. ഹോളിൻ്റെ ഏട്ടാ എനിക്കൊരു ചിരക്ക വേണം, അവനൊരു പൊട്ടനാണ്. കളിക്കുമ്പോൾ വലുത് തന്നെ വേണം. ഹോണ്ടയുടെ നാട്ടിൽ പോയിട്ട് ഹോണ്ടയുടെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല ഇസ്രു. കോത്തിൽ ഹായ് ഹായ് ഏട്ടാ. ഹോണ്ടേട്ടന് ഇസ്രുവിനെ കണ്ടോ? നല്ല ഭംഗിയുള്ള കുട്ടിയേട്ടോ. പോടി മയിരിപ്പോടെ ഇറക്കാടുന്നു. നോ ബിജി, ഓജി അറിയാത്തത് ഭാഗ്യം. യെസ്, കറക്റ്റ്. ഐ ലവ് യു ടു ഹബ്. നമുക്ക് അതിന് ആണുങ്ങളിലൊക്കെ കണ്ടെങ്കിൽ മൂടാവാനാണോ കുമാരേട്ടാ? എനിക്ക് മൂടാവില്ല. വലുത് കിട്ടിയാലേ കാര്യമുള്ളൂ, ചെറുതിന് കാര്യമില്ല. ഇന്നലെ വെളുപ്പിന് എനിക്കൊരു കസ്റ്റമർ വന്നു. ചേച്ചി കേട്ടോ, ഇന്നലെ വെളുപ്പിന് നല്ല പ്രായമുണ്ട് ആൾക്ക്. കേക്കിട്ടാ നല്ല പ്രായമുണ്ട്. ഞാൻ ലൈവൊക്കെ ഓഫാക്കി ഏകദേശം ഒരു 5 മണി 5:30 ആയപ്പം എനിക്ക് കസ്റ്റമർ വന്നു. കരാമെന്ന പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എമ്പോണോടൊപ്പം എന്നോട് പറഞ്ഞു എൻ്റെ ഇത്ര പൈസ ഇല്ലാന്ന് പറഞ്ഞു. പുള്ളിക്കാരി പിന്നെ എവിടെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ചെറിയ ചെക്കനാണ്, ചെറിയ മനുഷ്യനാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിട്ട് വെക്കുന്നു ഡ്രസ്സൊക്കെ മാറി ഷോളൊക്കെ ഇട്ടിട്ട് ഞാൻ ഷോപ്പിൽ പോയി. അപ്പോൾ ആൾക്ക് ഞാൻ ചെറിയ നമ്മുടെ ചെറിയ പയ്യനും നമ്മുടെ മറ്റേ ഇല്ലേ കൊച്ചിറക്കനില്ലേ അതേപോലെ. അപ്പോൾ ഞാൻ എന്താക്കി, ഷോപ്പിലോട്ട് പോയി പൈസ ഒക്കെ മേടിച്ച്. ചക്കന് നല്ല പ്രായമുണ്ട് ഹോണ്ടേട്ടാ, നല്ല പ്രായമുണ്ട് കേട്ടോ. ആൾ ഇത്രേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ, ചോട്ട. എന്നിട്ട് ഞാൻ പ്രായമുണ്ട് 40, 45, 50, 60 വയസ്സുണ്ട് തോന്നുന്നു. എനിക്കോ ഇത് കേക്കടാ. എന്നിട്ട് ഞാൻ റൂമിൽ കയറ്റി. അപ്പം എന്നോട് പറയാം, എന്നെ അറിയത്തില്ല അവന്, ഏതോ വേട്ടകളി നമ്പർ കൊടുത്തവനാണ്. ഞാൻ ആരാണെന്നൊന്നും അവൻ എന്നെ അറിയില്ല, എൻ്റെ പേരും അറിയില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി നന്നായിട്ട് സഹകരിക്കില്ലേ? ഞാൻ എന്ത്? അല്ല, ഞാൻ മലയാളികളുടെ അടുത്ത് ഫസ്റ്റ് ടൈമാണ്, ഇതെനിക്ക് വേറെ ആൾ തന്ന നമ്പറാണ്. ഞാൻ പോണത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഈ ഫിലിപ്പീനി അങ്ങനെയുള്ളവരൊക്കെ അടുത്ത് ഞാൻ പോവാറ്. മലയാളീസിൻ്റെ അടുത്ത് ഞാൻ പോകുമ്പം അവർ സഹകരിക്കാറില്ല. ചേച്ചിയുടെ നമ്പർ എനിക്കൊരു ഫ്രണ്ട് തന്നാണ്, ചേച്ചി സഹകരിക്കില്ലെന്ന് വെച്ചു. ഞാൻ പിന്നെ ഇനെന്തോ സഹകരിക്കും, ആദ്യം കാശാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കാശൊക്കെ തന്നിട്ടോ. കാശ് വന്നു. എന്നിട്ട് ഞാൻ എന്താക്കി, ഡ്രസ്സ് ഊരിക്കളയണം. അതിന് ഭയങ്കര നാണാണ് ഈ ഡ്രസ്സ് ഊരാന്. അപ്പം ഞാൻ ചെറിയ ചക്കനാണ് സംഭവം, കഥ കേൾക്കും. എന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഊരാൻ പറഞ്ഞു. ഡ്രസ്സൊക്കെ ഊരിക്കിടന്നു. അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തി പിടിച്ച കാവണ്ട കേട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു കട്ടിലേക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ എന്നിട്ട് ഞാൻ തിരിച്ചു കിടത്തി. ഞാൻ അവിടെ സാധനം കണ്ടില്ല കേട്ടോ, തിരിച്ചു കിടത്തി, കമഴത്തേക്ക് കിടത്തി. അങ്ങനെ കുറേ നേരം മസാല ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് വെക്കുന്നു. അവൻ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വെക്കുന്നു പോകും. ചേച്ചി എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂർ. അപ്പം എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാ എൻ്റെ സാധനം വെക്കുന്നു പോവും? സാധനം വെക്കുന്നു പോയാൽ എനിക്ക് 1 മണിക്കൂർ ഒന്നുകൂടെ തരുമോ? ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, സാധനം പോയാൽ ഔട്ടായാൽ പിന്നെ നീ ഇവിടുന്ന് പോവേണ്ടി വരുമെന്ന് പറഞ്ഞു. പോവേണ്ടി വരുമെന്ന് പറഞ്ഞു. ചേച്ചി എൻ്റെ വെക്കുന്നു പോവും ചേച്ചി. ഞാനൊന്ന് വെറുതെ ഒന്ന് ചേച്ചി കെട്ടിപ്പിടിച്ചെങ്കിൽ കിടന്നോട്ടെ 1 മണിക്കൂർ. ഞാൻ പറഞ്ഞു പറ്റില്ല, സാധനം ഔട്ടായാൽ നീ ഇവിടുന്ന് പോവേണ്ടി വരും.